എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരവുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്കുള്ള ധാന്യ വിതരണം നിലച്ചിട്ടുണ്ട്. 4 മാസമായി നോഡൽ ഏജൻസിയായ സപ്ലൈകോ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് തുക നൽകാത്തതിനെ തുടർന്ന് അവർ ധാന്യ വിതരണം ശനിയാഴ്ചയോടെ അവസാനിപ്പിച്ചു. FCIയിൽ നിന്നും NFSA ഗോഡൌണുകളിലേക്കും അവിടെ നിന്നും റേഷൻ കടകളിലേക്കും ധാന്യം എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരാണ്. തെക്കൻ ജില്ലകളിൽ ഈ മാസത്തെ വിതരണത്തിന് സ്റ്റോക്കുണ്ടെങ്കിലും മറ്റ് പല ജില്ലകളിലും 15 ദിവസത്തിലേക്കുള്ള ധാന്യം മാത്രമാണ് സ്റ്റോക്കുള്ളത്. കരാറുകാർ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ പൊതുവിതരണ രംഗം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 3 മാസത്തെ തുകയും കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള 12 മാസത്തെ തുകയുടെ 10% ഉൾപ്പെടെ 100 കോടി രൂപയിലേറെയാണ് ലഭിക്കാനുള്ളതെന്ന് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ പറയുന്നു. മാസം തോറും നൽകാനുള്ള 10% ഓഡിറ്റ് കഴിയുമ്പോൾ അനുവദിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മാസം 10 വരെ റേഷൻ കടകളിലേക്ക് സാധനം എത്തിക്കുമെന്നും അതിനു മുമ്പ് കുടിശ്ശിക തുക അനുവദിക്കണമെന്നും കാണിച്ച് 8-ന് കരാറുകാരുടെ സംഘടനയായ കേരള ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷൻ അസോസിയേഷൻ സപ്ലൈകോ ചെയർമാന് കത്ത് നൽകിയിരുന്നു. നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച വൈകിട്ടോടെ വിതരണം അവസാനിപ്പിച്ചത്. 3 മാസത്തെ തുക കുടിശ്ശികയായപ്പോൾ ജനുവരിയിലും കരാറുകാർ വിതരണം അവസാനിപ്പിച്ച് സമരം നടത്തിയിരുന്നു. കരാറുകാർക്ക് നൽകാനായി സപ്ലൈകോയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന തുക സപ്ലൈകോ വകമാറ്റി ചെലവഴിക്കുന്നതാണ് ഇത്രത്തോളം കുടിശ്ശികയുണ്ടാകാൻ കാരണമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.